വീടിന്റെ തെക്ക് കിഴക്കേ മൂലാന്ന്, അല്ല തെക്ക് പടിഞ്ഞാറ് മൂല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കറിവേപ്പും ഞാൻ അമ്മയോട് പറഞ്ഞു. അത് കാണിക്കാന്നാ ഇല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട്. ഇത്രയും കണ്ടത് മാത്രല്ല, ഇനി ഒരു വൻ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല മണം ഇതിന്, അറിയാലോ. അപ്പം നടക്കണേട്ടോ, നല്ല രസം. അമ്മയ്ക്ക് വേണോ ഈ ബ്രേക്ക്ഫാസ്റ്റ്? അതെ അതെ അതെ, അമ്മ പനീർ എടുത്ത് തിന്നുന്നുണ്ട്. അത് മാത്രമേ തിന്നോളൂ. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇന്ന് രാവിലെ കഴിക്കണേ. പനീർ വെജിറ്റബിൾ സാലഡാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ല, പക്ഷെ വെജീസ് ആയതുകൊണ്ടും നല്ലതാണല്ലോ. ഫുള്ള് വെജീസാണ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഹരിക്കോട്ട് ബീൻസ്, സ്വീറ്റ് കോണ്, കൂടെ പനീറും എല്ലാം കൂടി നെയ്യിൽ വഴറ്റിയിടാം. കുറച്ച് പെപ്പറും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനല്ല, എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അപ്പയ്ക്ക് വേണം. അപ്പയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട്? അപ്പയ്ക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല രസമാണ് കഴിക്കാൻ. എനിക്ക് എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കണം, എങ്ങനെ വെറൈറ്റി ആക്കാമെന്ന്. ഇതിൻ്റെ കൂടെ കുറച്ച് സോസേജുകളൊക്കെ ഫ്രൈ ചെയ്തിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഫുള്ള് നെയ്യിലാണ് വഴറ്റിയത്, അതുകൊണ്ട് അതിന് ടേസ്റ്റ്. റോ വെജീസ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഒന്ന് ഹാഫ് കുക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പനീറും കൂടെ ഒന്ന് നെയ്യിൽ വഴറ്റിടണം, ആണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് വരിക. ഗ്രീൻ പീസും കൂടെ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല. കയ്യിലുള്ള പുല്ലൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം പറിച്ചതാട്ടോ. വീണ്ടും അത് കെടുത്തു വന്നു, ഇനിയിപ്പോൾ അത് കുറച്ചുള്ളപ്പോൾ പറിക്കണം. 2 ആഴ്ച കഴിഞ്ഞാൽ പുള്ളിക്കാർ വന്നോളൂ, അപ്പോൾ കുഴപ്പമില്ല. കുനുകുനോന്ന് കെടുത്ത് വരുവാ. ഈ മഴ പെയ്യുന്നത് പുല്ലിന് വളരാനുള്ള ഇതാണല്ലോ. അപ്പം നമ്മൾ കയ്യിലിടുമ്പോൾ അതിലേക്ക് വെള്ളം ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയിന്റ് ചെയ്തിട്ടില്ലായിരുന്നു. പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങണില്ലല്ലോ താഴെ. മണ്ണിലേക്ക് വെള്ളം ഇറങ്ങി നനവിങ്ങനെ നിൽക്കാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടിയാണ് പോയിന്റ് ചെയ്യാതെ ഇട്ടത്. അപ്പം സൈഡിൽ ഇടുകയാണെങ്കിൽ എപ്പോഴും പുല്ല് കിടക്കും. മറ്റേ സിമെന്റ് ഇട്ട് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി ഉണ്ടാവില്ല. അപ്പം അത് ചെയ്തിട്ടില്ല, അത് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് തന്നെ. അപ്പം അത് കാരണം പുല്ല് കിടക്കും. വേനൽക്ക് കുഴപ്പമില്ല, പക്ഷെ ആഴ്ചയിൽ ഒന്ന് പുല്ല് പറിച്ചാലും വീണ്ടും കിടത്തു വരും. ഇങ്ങനെ മഴ നിൽക്കുമല്ലേ, അത് കാരണം അമ്മ പുല്ല് കിടക്കാനുള്ള മഴ ഇത് ധാരാളം മതിയല്ലോ. അടിയിൽ ചുമ്മാ മണ്ണും അതിൻ്റെ മീതെ ഈ മെറ്റൽപ്പൊടി ഇട്ടേച്ചല്ലേ ഈ ശൈലി വിരിച്ചേക്കണം വിറ്റത്തെ. അതാണ് ഞാൻ പറഞ്ഞു. എത്ര വർഷമായി? 2014, 11 വർഷമായി ഇപ്പം ഇത് വിരിച്ചിട്ട്. ജൂനിയേഴ്സിനൊക്കെ നല്ല ഉണർവായി, നല്ല ഉണർവായി. അവർക്ക് മഴ കിട്ടണം. അതെ, ഷെയ്ഡ് വേണം, മഴയില്ലേലും വേണ്ടില്ല, ഷെയ്ഡ് വേണം. ഞാനതൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചില്ല. ചുമ്മാ സൈഡിലേക്കൊന്നും കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ അടുത്ത മഴയൊക്കെ പോട്ടേന്നോ. പുകയിൻവില്ലകളിൽ ഒന്നിട്ടും പോവില്ല. മഴ പിടിച്ചു കഴിഞ്ഞാൽ പുകയിൻവില്ലകൾ അല്ല പൂടൂന്നല്ല, പൂക്കൾ നിർത്തും. പൂക്കൾ നിർത്തി ഒരു തൂക്കാ പിന്നെ അവർക്ക്. പിന്നെ വെയിൽ ഉദിക്കണം അവർക്ക് പൂവല്ലെങ്കിൽ. എപ്പോഴും നിങ്ങളെ പറമ്പിലെ കാഴ്ചകൾ കാണിക്കുന്നതാ. എനിക്ക് ഈ മഴയുള്ളപ്പോൾ പുറത്തേക്ക് ഇറങ്ങണതേ ഇഷ്ടമല്ല. നിങ്ങൾക്ക് അറിയാലോ, വെള്ളം ഇങ്ങനെയൊക്കെ ഒഴുകി നടക്കും. ഇപ്പം ഇന്ന് 2 ദിവസമായിട്ടൊരു തോർച്ചയുണ്ട്. അപ്പം ഞങ്ങളുടെ പറമ്പിൽ അമ്മച്ചിയുള്ള കാലഘട്ടം മുതലേ ഇവിടുത്തെ പറമ്പിലും തറവാട്ടിലെ ചേട്ടൻ്റെ അവിടെയൊക്കെ വല്യമ്മച്ചിയുള്ള സമയത്ത് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ 2 പറമ്പിലും ഇഷ്ടംപോലെ കറിവേപ്പുണ്ട്. അപ്പോൾ ഈ കറിവേപ്പുകളൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനുള്ളത് മാവും പ്ലാവും വാഴയും മുള്ളാത്ത സപ്പോർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പ് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കമ്പാന്ന് പറയും. പക്ഷേ 2 കറിവേപ്പ് ഞാൻ അപ്പയോട് പറഞ്ഞു,
അതിൻ്റെ കൊമ്പ് വെട്ടിയില്ലെങ്കിൽ കറിവേപ്പ് ചാഞ്ഞ് കിടക്കും. കാറ്റത്ത് മുഴുവൻ ഈ കായ ഉണ്ടായി കിടക്കുന്നതുകൊണ്ട് ചാഞ്ഞേക്കുവാ, കാറ്റത്ത് ചായണതാ. അപ്പം ഫ്രണ്ട് വശത്തുള്ളത് പോലെ അങ്ങ് തുടങ്ങാം. ദേ ഇങ്ങോട്ട് വന്ന് ഈ കറിവേപ്പിൻ്റെ ഒരു ചരിത്രം പറയാം. ദേ ഇവിടെ ഒരു കറിവേപ്പ. ഈ കറിവേപ്പ പുറകുവശത്തെ മിറ്റം പണ്ട് ആദ്യത്തെ റെനോവേഷൻ നടത്തിയപ്പോൾ മിറ്റം കെട്ടിയില്ല, ചേട്ടന് വർക്ക് കൊടുത്താ. അങ്ങനെ മിറ്റം കെട്ടിയപ്പോൾ അവിടെ നിന്നത് അവർ പറിച്ചു തന്നു. ചേച്ചി എവിടെയാന്ന് വെച്ചാൽ വെക്കും, മിറ്റം കെട്ടുമ്പോൾ അത് പോകും, വനം താണ്ടിപ്പോൾ പോകും എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇത് കലയമ്മരം മരം മാറ്റിയ സമയങ്ങളിൽ കലയമ്മരം ഇവിടെ നിന്ന് ചാഞ്ഞ് നിന്നുകൊണ്ട് വെട്ടിച്ചപ്പോൾ അതിൻ്റെ മുതുകത്തേക്ക് വീണു. പക്ഷേ എന്നിട്ടും അത് അതിജീവന. എന്നിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പയുടെ ഒരു പറഞ്ഞു, വേണ്ടതല്ലേ സാറേ കറിവേപ്പ് ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ അപ്പ പറഞ്ഞത് പുള്ളിക്കാരിയും കണ്ടൊക്കെ നട്ടേക്കണത് അതൊന്നും മാറ്റാൻ പറഞ്ഞ. എന്നിട്ട് കലയം കൊടുത്തതല്ല, കലയം മറിച്ചിടിച്ചതാ കാറ്റ് പിടിക്കാതിരിക്കാൻ. അപ്പം അവർ പിന്നെ മനസ്സോടെ വലിച്ചു മാറ്റിയപ്പോൾ അപ്പ കൊമ്പൊക്കെ വെട്ടിയപ്പോഴത്തേക്കും അവർ ഒന്ന് വലിച്ച് മാറ്റിയിട്ടു കേട്ടോ. മാറ്റിയിട്ടിട്ട് ആ ഭാഗം വെച്ച് അപ്പ കട്ട് ചെയ്ത് കളഞ്ഞ, ആ നടുക്ക് ഭാഗം വെച്ച്. അപ്പം ഇനിയും പൊങ്ങിപ്പോവാതെ വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം. മഴക്കാലത്ത് കട്ട് ചെയ്തില്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പൊങ്ങി വന്നതാണ്. എന്തിനാ ഇതിന് മാത്രം കറിവേപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറിവേപ്പ് വേറെ പൊട്ടി ഇഷ്ടം പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് കറിവേപ്പ് മരം ഉള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുമ്പോൾ കറിവേപ്പും തൈ കൊടുത്ത് പലരുടെ വീട്ടിലും ധാരാളം കറിവേപ്പില ഉണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. അത് കേൾക്കുമ്പോഴും നമുക്കൊരു സന്തോഷമല്ലേ. ഇപ്പം ആരോഗ്യവാനായ ഒരു കറിവേപ്പ ഒന്ന് ഇതിൽ കായ ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ താഴെ നമ്മൾ ഗേറ്റ് വെച്ചപ്പോൾ പറിച്ചു കുത്തിയ ചെമ്പരത്തി ഓർക്കണ്ടോ? ചെമ്പരത്തി അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നു. എങ്ങനെ നീ മറക്കും. പിന്നെ ഇവിടെ പാട്ടിന്റെ തുടക്കം അറിയാം. ഇവിടെ ശുഷ്കിച്ച് നിക്കണ ഒരു കറുവാപ്പ. ഇവനെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. തന്നെ കിളുത്തതാ. ആ പൂച്ചവാലിന്റെ ഇടയ്ക്ക് പറഞ്ഞ അവിടെ നിന്നപ്പോ വാട്ടർ കണക്ഷന്റെ അവിടെ ആയതുകൊണ്ട് അപ്പ പറഞ്ഞു അങ്ങ് പറിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ എങ്ങാൻ നിന്നോട്ടെ, വാട്ടർ കണക്ഷന്റെ പൈപ്പിലേക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറിച്ചു, അല്ലെങ്കിൽ അവിടെ എങ്ങാൻ നിന്നോട്ടെ എന്ന്. അത് ഈ ചോലയായതുകൊണ്ട് പൊങ്ങിപ്പോയി, ആരും അവനെ നോക്കാറില്ല. അതുകൊണ്ട് അവൻ പൊങ്ങി നിൽക്കുക. നമുക്ക് പൊങ്ങാതിരിക്കാൻ വേണമെങ്കിൽ നടുക്കങ്ങ കട്ട് ചെയ്യാം അല്ലേ. പിന്നെ ഞാനെങ്ങനെയാന്ന് വെച്ചാൽ കറിവേപ്പ് കട്ട് ചെയ്യണ സമയത്ത് ഇല്ലാത്ത കുഞ്ഞു കറിവേപ്പും തൈകളൊക്കെ ഉള്ളയിടത്തേക്ക് ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരോട് ഞാൻ ചോദിക്കും, കറിവേപ്പ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ കൊണ്ട് ഇല വെച്ചോളാൻ പറഞ്ഞ് ഇവിടെ ചേട്ടൻ വെട്ടാൻ പോവാന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട് കറിവേപ്പില. അങ്ങനെ അപ്പം അവർക്കടെയൊക്കെ വീടുകളിൽ കറിവേപ്പുണ്ട്. പക്ഷേ തൈ ആകുമ്പോൾ അത് എടുക്കണ്ടല്ലോ, ഇവിടെ വെട്ടിക്കളയുമല്ലേ ഇവരുടെ. പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി വെക്കുന്നത് വേപ്പിലക്കട്ടി ഉണ്ടാക്കാറില്ല. അങ്ങനെ രണ്ടാമത്തെ കേട്ടോ. പിന്നെ പോരെ, പിന്നെ അടുത്തയിലേക്ക് പോവാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദേ ഒരു സന്തോഷം, പുതിയ വെളുത്ത കാന്താരിയിൽ മുട്ടിട്ടു. പൂ വിരിഞ്ഞോ? ഇവിടെ ഒരെണ്ണം വിരിഞ്ഞതേ, മുളകായത്. വെളുത്തതാണോ? ആ വെളുത്തതാ. ഞാൻ പാകി നിർത്തിയതാ തൈ. കാരണം ഗേറ്റിന്റെ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടേ, മുളകായതാ. അത് കൊള്ളാലോ. ഗേറ്റിന്റെ ഇവിടെ ഉണ്ടോ ഒരെണ്ണം. ഞാൻ വേറെ ഒരാൾക്ക് 2 തൈ കൊടുത്തായിരുന്നു. ടൊമാറ്റോയുടെ ഇലയൊക്കെ ശുഷ്കിച്ചു പോകുന്നു. അത് ഈ കാലാവസ്ഥാ വ്യതിയാനം. അതാ ആ കപ്പളം പോയി എന്നോർത്ത് റെഡ് ലേഡി മുകളിൽ കൂമ്പ് വന്നുണ്ട്, പക്ഷെ പോകൂന്ന് അപ്പോർണ ചീഞ്ഞ് പോവുക ഇലയല്ല. അപ്പറേ നിൽക്കണ റെഡ് ലേഡി കാലഹരണപ്പെട്ടതാ, വീണ്ടും പൊട്ടി ഓരോന്നേ ഉണ്ടാവുന്നുണ്ട് ഉണ്ട റെഡ് ലേഡി. പിന്നെ മൂന്നാമത്തെ കറിവേപ്പ. അതിനോട് തന്നെ സമീപം ആത്തമരം നിൽക്കണോണ്ട് പൊങ്ങിപ്പോവാൻ ഇടയില്ലാതെ ഒരെണ്ണം ഞെരുങ്ങി നിപ്പുണ്ട്. ഇതൊക്കെ തന്നെ കിളിക്കണതാ. അങ്ങനെ അവിടെ എന്തായാലും തന്നെ കിളിക്കണതാണ്. പിന്നെ അപ്പറേ അരിവേപ്പ് നിപ്പുണ്ട്. 3ാമത്തെ ട്രിപ്പ് അരിവേപ്പാണ് നട്ടേക്കണത്. കാറ്റത്ത് മറിഞ്ഞു പോവും, വെള്ളം നിന്ന് ചീഞ്ഞു പോയി. 3ാമത്തേന് കുഴപ്പമില്ലാതെ നിപ്പുണ്ട്. എപ്പോഴാ മറിയണേന്ന് അറിയില്ല. ആര്യവേപ്പ് വെക്കുന്ന സ്ഥലം ഏത് വടക്കുവശം വേണമെന്നുണ്ടോ? ആര്യവേപ്പിന്റെ എനിക്കറിയില്ല. ഈ ഇത് കണിക്കൊന്ന വെക്കുന്ന സ്ഥലമാണ് എപ്പോഴും ദാക്ഷണിമാമ പറയണത്. വീടിന്റെ തെക്ക് കിഴക്കേ മൂലാന്ന്, അല്ല തെക്ക് പടിഞ്ഞാറ് മൂല, അല്ലെങ്കിൽ തെക്ക് കിഴക്ക്. ദാക്ഷണിമാമ പറഞ്ഞേക്കണം, എനിക്കറിയാൻ മേലാട്ടോ എങ്ങനെയാണ്. വെള്ളക്കാന്താരി പഴുത്ത് നിപ്പുണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ വെള്ളക്കാന്താരി ചെടി അത് പണിതുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇച്ചിരിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ. പക്ഷെ അത് നന്നായിട്ട് നിപ്പുണ്ട്. ഇനി ചോട്ടിലെ പുല്ല് കളയണം കേട്ടോ, അങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല. അതാ മുളക് തന്നെ ഉണ്ട്. കറിവേപ്പ് അടുത്തത് പോരെ. ഇത് കാണിക്കണോന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ. പറയാറുണ്ടോ? ഒരു കമന്റ് ഉണ്ടായിരുന്നു.
നമ്മുടെ വീട്ടിലുള്ള എല്ലാ കറിവേപ്പും ഒന്ന് കാണിക്കാവോന്ന്. അതാ ഞാൻ അമ്മയോട് പറഞ്ഞ. അത് കാണിക്കാന്നാ ബാ. ഇനി കറിവേപ്പും തോട്ട അവിടെ കൊണ്ടുവന്ന മണമുള്ള കൂടുതൽ മണമുള്ള ഇതിന്റെ നീ ഇപ്പറയുള്ളതും കൂടെ കാണിച്ചേച്ച് അങ്ങ് പോവാന്ന്. വെയില് വന്നോണ്ട് കിളികൾക്കൊക്കെ ഉത്സാഹം. നല്ല ഉത്സാഹമൊക്കെ നാളെ തീരും. നാളെ മഴയാന്ന് അപ്പൊ പറഞ്ഞു. ആണോ? കാലാവസ്ഥ അതായത് ഓഗസ്റ്റ് 3 അല്ല ഇന്നാ 3. ഓഗസ്റ്റ് 4 ദേ ഒരു കറിവേപ്പ് പാഷൻ ഫ്രൂട്ട് കയറി കിടക്കും. ഇത് തന്നെ കിളുത്ത കറിവേപ്പാട്ടോ. അത് പറഞ്ഞേക്കാം. അതിന്റെ മുകളിൽ മൊത്തം പാഷൻ ഫ്രൂട്ട്. അത് മരം പോവൂന്നറിയാം. പക്ഷെ പാഷൻ ഫ്രൂട്ട് പ്രഷ്യസ് ആയതുകൊണ്ട് കളയാതെ നിർത്തിയേക്കണതാ. ബാക്കിൽ കൊണ്ടുപോകണം, കാണിക്കണം. അത് തടിയൻ കറിവേപ്പ്. അതേ കണ്ടോ, അത് ഒരുപാട് നാളായതാ. ഇത് ഇവൻ തടിയനാ. കണ്ടോ. ഇനി ബാക്ക് സൈഡിലും കൂടെ കാണിച്ചേച്ച് ഫ്രണ്ടിലേക്ക് പോവാന്ന. അപ്പൊ അതൊക്കെ കാണിച്ചേച്ച് പോന്നാ മതി. അടുത്ത കറിവേപ്പ്. അത് പേരമരം ചാഞ്ഞപ്പ ടെറസിലേക്ക് ഇതായപ്പോ കുറച്ച് കമ്പ് വെട്ടിയേച്ച് പേരയുടെ ഒരു കമ്പ് അപ്പ കറിവേപ്പിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അത് മാറ്റണം, പേരയുടെ കമ്പിലെ തെങ്ങയിലേക്ക് വല്ലതും വലിച്ചു കെട്ടാൻ. കാരണം കാറ്റ് വന്നപ്പോഴും ചെരിഞ്ഞു, ഈ ഇലച്ചാർത്ത് നന്നായിട്ട് നിൽക്കുമല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് കയറ് വെച്ച് കെട്ടിയതുകൊണ്ട് ഇങ്ങോട്ട് കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വേപ്പ് പോകും. കാരണം എത്ര വേപ്പുണ്ടെന്ന് പറഞ്ഞാലും കറിവേപ്പ് ഉള്ളത് എപ്പോഴും നല്ലതല്ലേ. ഇല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട്. നമുക്ക് ഈ പറമ്പിൽ ധാരാളം ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഗുണം അറിയാത്ത. അതും അത്യാവശ്യം തടിയുണ്ട്, തന്നെ കിളുത്തേക്കണതാ, നട്ടതല്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാൽ പണ്ടങ്ങാണ്ട് ഇവിടെ അമ്മച്ചി മുടിമുട്ടൻ. അതെന്നാന്നോ, അതിന്റെ വംശപരമ്പരയായിട്ട് വേറെ പൊട്ടി അന്ന് കിളുത്തേക്കണതായിരിക്കാം. അമ്മച്ചിക്ക് വല്യമ്മച്ചിക്കും അമ്മച്ചിക്കും ഉള്ള കറിവേപ്പിന് ഒരു ലക്ഷ്യവും ഇല്ല. അതുപോലെ ഉണ്ടായിരുന്നു ഇവിടെ. അവിടെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇപ്പൊ അത്രയൊന്നും ഇവിടെ ഇല്ല. ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ വേറെ ഒരെണ്ണം പിടിക്കാം. ഇത് കറിവേപ്പ് നമ്പർ എത്രയാ? 1 2 3 4 5 ആറാമത്തെയാണിത്. ഇനി 7ാമത്തെ അവിടെ ഉണ്ടല്ലേ. അതൊക്കെ തന്നെ മുളച്ചതാ. അതിലൊക്കെ വയറവള്ളി കയറി കിടക്കുക, വെട്ടിക്കളയണം. 7ാമത്തെ കേട്ടോ. 7ാമത്തെ കറിവേപ്പ്. 1 2 3 4 5 6 7ാമത്തെ അവിടെ ഒരെണ്ണം നിപ്പുണ്ട്. വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല, പോവാൻ പറ്റില്ല കേട്ടോ. ആ പാലമരത്തിന്റെ അവിടെ ഒരു തൈ നിപ്പുണ്ട്, അത് കാണിക്കാൻ മാത്രം ആയില്ല. അതിങ്ങനെ പൊട്ടിക്കിളുത്ത് വന്നതാ. ഇവിടെ ഉണ്ടോ? ചാച്ചയുടെ പേരെ പൊട്ടി. നമ്മൾ കറിവേപ്പും ഏരിയയിലേക്ക് പോവാണ്. ഇത്രയും കണ്ടത് മാത്രല്ല, ഇനി ഒരു വൻ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ലൈനായിട്ട് അപ്പനും മകളും കൂടെ വെച്ചേക്കണതാ. ഇവിടെ വേറൊരു തൈ, ഇപ്പുറത്ത് വേറൊരു തൈ. ഇതൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ വലുതാവും തന്നെ നിന്ന്. ഇനിയില്ലേ നമ്പർ പറയാൻ പറ്റൂല. ചെറുതിന്റെ നമ്പർ അങ്ങ് പിടിക്കാം. നല്ല മണാട്ടോ. പക്ഷെ ഈ കറിവേപ്പാണ് എൻ്റെ തിരുമറയൂരിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു 6-7 തൈ വീട്ടിൽ ചെന്നപ്പോൾ ഇവളും ആങ്ങളുടെ പിള്ളേരും കൂടെ ചെന്ന് പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് സ്പെഷ്യൽ കറിവേപ്പാന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചുകൊണ്ട് വന്ന് നട്ടതെല്ലാം പിടിച്ചു. ഇവിടെ പപ്പയും മോളും കൂടെ ഇത് നട്ടത്. അതിൽ കായായി. നല്ല മണം ഇതിന്, നിനക്കറിയാലോ. അതിന്റെ പരമ്പരകളാ. 2 ഇതെല്ലാം വേറെ പൊട്ടിയതല്ല, തൈ കൊണ്ടുവന്ന് തന്നെ പിടിപ്പിച്ചതാട്ടോ. 2 ഞാൻ വയറേങ്ങ മാറ്റി. നല്ല സ്മെല്ലാ അതിന്, പ്രത്യേക മണ. ചോട്ടില് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ. ഇനി ഒരു ഏരിയ മൊത്തം ഇതാ. 3 ഇനി എണ്ണാൻ നമുക്ക് പറ്റൂല. ഞാൻ 3 പറഞ്ഞ ചെറുതിന്റെ ആട്ടോ. 3 അപ്പേട് പറയണം വയറെല്ലാം കളയാൻ, അല്ലെങ്കിൽ കറിവേപ്പെല്ലാം ചാഞ്ഞിഞ്ഞും മറിഞ്ഞു പോകും. അവിടെ നിന്നോ സൂം ചെയ്യാം. 4 ചെറുതാണ് 4ാമത്തെ. കാണാമോ? തൈകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാളെ പണിയാമന്നെ അവരൊക്കെ കുറെ തൈ പറിച്ചു കൊടുത്തു, ഞാൻ കൊണ്ടോക്കോളാൻ പറഞ്ഞു. 5 ഇഷ്ടം പോലെ അവിടെയൊക്കെ 5 ഇനിയുണ്ട്. ഇങ്ങേ അറ്റത്ത് 6. ഇത് 6 എണ്ണം ഒരേ ഇനാട്ടോ. 6 എണ്ണം ഒരേ ഇനത്തിലുള്ളത്. അപ്പേ മറ്റത് ആദ്യം പിടിച്ചു തേണം. ഇങ്ങോട്ടൊന്ന് വരാവോ? മൊത്തം തൈകളാ. അവിടെ ഫുള്ള് തൈകളാ. കാരണം മണമുള്ളതായതുകൊണ്ടേ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് തൈ. നല്ല തൈയാ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തൈകൾ നിൽപ്പുണ്ട്. ഇവിടെ മൊത്തം തൈകളുടെ കൂട്ടായ്മയാ. കുറച്ച് കഴിയുമ്പോ ഇവിടെ കറിവേപ്പുകൾ മാത്രമുള്ള ഒരു ഏരിയയായി മാറും. പോകാന്നാ. അവിടെ ഒരു വെള്ളക്കാന്താരിയാ.
ഇങ്ങനെയാണോ നനവ് കഴിഞ്ഞ കൊല്ലത്തെയാണത്. അടിയിൽ ഒക്കെ വെള്ളം ഒഴുകി പോയിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ വെട്ടി താങ്ങി കോലൊക്കെ വെച്ച് കുത്തി നിർത്തിയേക്കും. അപ്പയ്ക്ക് വെള്ളക്കാന്തേരിയോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായി നിൽക്കണത്. വേറെ ഉണ്ടെങ്കിലും ഇതും പോവേണ്ട കാര്യമില്ലല്ലോ. ഒരു കൊല്ലം കൂടെ നിൽക്കും എന്തായാലും. ഒരു കൊല്ലം കാലപ്പഴക്കമുണ്ട്. മുളകുണ്ടതിൽ ദൂരം തൈകളല്ലേ. ഓ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറിവേപ്പും കൃഷി കറിവേപ്പ് പുരാണം. അപ്പം വലിയ കറിവേപ്പ് അവിടെ ഇവിടെയും പറമ്പിലുള്ളത് നിങ്ങളെ 7 എണ്ണത്തോളം കാണിച്ചിട്ടുണ്ട്. അതെ. പിന്നെ ചെറിയ കറിവേപ്പ് ഞാൻ പറഞ്ഞത് വേറെ ഇനം കൊണ്ടുവന്ന് നട്ടതാണെന്നും പറഞ്ഞ് ഒരു തട്ട് മുഴുവൻ അത് 6 എണ്ണം ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് എണ്ണിയില്ല. അത് വേറൊരു വെറൈറ്റി. പിന്നെ തൈകൾ ഇഷ്ടംപോലെ പറമ്പിൽ ഇങ്ങനെ കിളുത്ത് വരും മഴയാവുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ നട്ടേക്കണ കറിവേപ്പ്. ആ സ്പെഷ്യൽ ഇനം കറിവേപ്പും 1-2 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നട്ടെന്നെങ്കിൽ ഈടയിലൊക്കെ പണിയാൻ നേരത്ത് പറിച്ചുകൊണ്ട് വന്ന മിറ്റമൊക്കെ കെട്ടിയപ്പോൾ. പിന്നെ ബാക്കിയൊക്കെ തന്നെ കിളുത്തുണ്ടാവും. അമ്മച്ചിയുടെ കാലഘട്ടത്തിലുള്ളത് ഈ നക്ക വേരെ പൊട്ടി ഒന്നും ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ കിണറിൻ്റെ അവിടെയൊക്കെ നിൽക്കണേന്നാന്നോ പണ്ട് ഓർക്കണ്ടോ അമ്മച്ചി ഉള്ളപ്പോൾ ഒരു വലിയ കറിവേപ്പ് അവിടെ നിന്നത് ചാഞ്ഞു പോയിട്ട് അപ്പം ഇങ്ങനെ വള്ളി വെച്ച് കെട്ടി. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അത് പോയി. വർഷങ്ങൾ കഴിയുമ്പോൾ പോകൂല. അപ്പം അതിൻ്റെ വംശപരമ്പര അവിടെ കിളുത്താക്കണം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വേണ്ടതുണ്ടാവും. ഇങ്ങനെ ഒരെണ്ണം പിടിച്ചു കിട്ടിയതിൻ്റെ കായും ഇതൊക്കെ മുളച്ചാന്ന് തോന്നുന്നു. പിന്നെ വേരയിലും ഒക്കെ ആയിട്ട് ഉണ്ടാവണമെന്ന് തോന്നണം. ഉണ്ടായിക്കോളും ഏതായാലും ഇഷ്ടം പോലെ. ഇതാണ് കറിവേപ്പ് പുരാണം. ഇനിയിപ്പം ആരും ഇത് കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ടാന്ന് വെച്ചേരെ. കാരണം ഇത് ആരോ ഒരു വ്യൂവർ ചോദിച്ചായിരുന്നു പറമ്പിലെ കറിവേപ്പ് മൊത്തം ഒന്ന് കാണും. ഞാൻ എന്നാന്ന് വെച്ചാൽ ഒത്തിരി കറിവേപ്പിലെന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ എപ്പോഴും ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ഞാനൊരു ഡപ്പയിൽ പറിച്ച് വെച്ച് ഇങ്ങനെ അടച്ചു വെക്കും. പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ്. അത് കാരണം പെട്ടെന്ന് ചെന്ന് കറി ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ വേണ്ടി പിന്നെ തീരുമ്പോൾ പറിച്ച് കൊണ്ടുപോയി വെക്കും. വേനൽക്കാലത്ത് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാമല്ലോ. എങ്കിലും പെട്ടെന്ന് കറി വയ്ക്കുമ്പോൾ ഓടിച്ചെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ. അത് കാരണം അങ്ങനെ പറിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ. എത്ര കണ്ടാലും മതിവരാത്തൊരു കാഴ്ചയാണല്ലേ അസ്തമയ സൂര്യൻ ഇങ്ങനെ താണ് പോണത്. കാണുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പം നടക്കണ കേട്ടോ. നല്ല രസം. കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല മഴ കേട്ടോ പുറത്ത്. ദേ കണ്ട ലൈറ്റിന്റെ ഷെയ്ഡ് അടിക്കണ്ടതാ. നല്ല രസം. അപ്പൊ കോട്ടൊക്കെ ഇട്ടിട്ട് തന്നെ കേട്ടോ. കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമല്ലേ. അതല്ല വീഡിയോയില് നല്ല രസം കാണാൻ. അപ്പൊ രാത്രിയൊക്കെ പുറത്തു പോയി തന്നെ. നല്ല മഴയുണ്ടോ? തണുപ്പുണ്ടോ? ചൂട് അല്ല. ഈ സ്കൂട്ടറെ പോകുമ്പോ ചാറൽ മഴയാണെങ്കിൽ മൂടുപാട് നനയും. കാരണം വെള്ളത്തുള്ളി ഇങ്ങനെ അടിച്ച് കണ്ടില്ലേ. ഇത് നല്ല വൃത്തിയായിട്ട് ഉണക്കി ഇട്ടിട്ടുണ്ട്. അത് ഈ പാല് പരിപാടിയുടെ പേരില് നനഞ്ഞു വയ്ക്കും. പാലോ? പാല് മേടിക്കാൻ പോകേണ്ടി വന്നോണ്ട് അത് നനഞ്ഞു വയ്ക്കും. ഇനിയിപ്പോ ഉണങ്ങി കിട്ടുവോ? നാളെ മഴയാണെങ്കിൽ ഉണക്കിൽ സ്വാഹ. പാല് കിട്ടിയോ? ഹെൽമെറ്റിന്റെ ഇത് പറഞ്ഞു, ക്ലിപ്പ് പറഞ്ഞു പോയി. ഓ പണിയായല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു കൊച്ചു ദിവസം കഴിഞ്ഞു പോയത് കേട്ടോ. ഇടയ്ക്ക് കുറേ വീഡിയോയുടെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ദിവസം വീഡിയോ ആയിട്ട് ഓരോ ദിവസങ്ങളിൽ വന്നോളും കേട്ടോ. അതല്ലേ അതിൻ്റെ രസം.